നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മോള് വരാത്തതിന്റെ യഥാർത്ഥ കാരണം എന്താന്ന് അമ്മയ്ക്കറിയാം. അതിനെക്കുറിച്ച് ഇപ്പം നമ്മൾ കൂടുതൽ സംസാരിച്ചാൽ ശരിയാവില്ല. ഞങ്ങൾ പെട്ടെന്ന് പോയിട്ട് വരാം. പെട്ടെന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞാലേ അവിടെ ജസ്റ്റ് സാറയുടെ ഇനാഗ്രേഷൻ നടക്കുന്നു, നമ്മളിങ്ങ് തിരിച്ചു പോരുന്നു. കേട്ടോ സുജാതെ? അല്ലാതെ അവിടുത്തെ ബാക്കി കാര്യങ്ങളിലൊന്നും സുജാത കയറി ഇടപെടാൻ നിൽക്കണ്ട കേട്ടോ. അക്കാര്യത്തിൽ അച്ഛൻ പേടിക്കണ്ട. നിത്യേച്ചി ഇവിടെ തനിച്ചുള്ളപ്പോ അമ്മ ഇവിടെ കാലുറപ്പിച്ച് നിൽക്കില്ല, അതെനിക്ക് ഉറപ്പാ. പക്ഷെ ഇവിടുന്ന് തന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, എല്ലാം വിശദമായിട്ട് കണ്ടിട്ടേ ഞാൻ പോരും. നീ അവിടെ തന്നെ നിന്നു. എന്നിട്ടേ നീ ഇന്ന് വൈകുന്നേരം അത് അടച്ചു കഴിഞ്ഞ ശേഷം സാറയുടെ ഒപ്പങ്ങി പോന്നാ മതി. എന്താ അതുപോലെ? അച്ഛൻ പറഞ്ഞാൽ അത് ഓക്കെയാ, പക്ഷെ തിരിച്ചു വരുമ്പോ ഇവിടെ വേറൊരാൾ കലിതുള്ളി നിൽക്കരുത്. അങ്ങനെ ഒരാൾ ഇവിടെ കലിപൂണ്ട് നിൽക്കുവാണെങ്കിൽ അതിനുള്ള മറുപടി ഞാൻ പറഞ്ഞോളാം കേട്ടോ. എന്നാ ശരി മോളെ, നമുക്കിറങ്ങാം. ശരി നടന്നോളാം. എന്താ നീ പോവാതിരുന്നേ? അമ്മയുടെ കൂടെ അമ്മയുടെ ഭർത്താവുണ്ട്. മാത്രല്ല അമ്മയെക്കുറിച്ച് അമ്മയുടെ ഭർത്താവിന് സംശയമില്ല. എന്റെ കാര്യം അങ്ങനെയല്ലല്ലോ. എന്റെ കാര്യത്തിൽ എന്റെ ഭർത്താവിന് തീരാത്ത സംശയമല്ലേ. ഞാൻ എന്തിനാ മറ്റുള്ളവരുടെ മുന്നിൽ പോയി നിങ്ങളുടെ ഉറക്കം കളയുന്നത്? ഒന്ന് നിന്നേ. അവനും കൂടെ പോയി കഴിഞ്ഞാൽ നീ പിന്നെ തനിച്ചാവല്ലോ. ഇവിടുന്ന് മതിലാണ് എളുപ്പോ. ഈ മതില് ഇവിടെ വളരെ മുമ്പുള്ളതാ. എന്നെ കല്യാണം കഴിച്ച് കൊണ്ടുവരുന്നതിന് മുന്നേ ഉള്ളത്. അന്ന് ഈ വീട്ടില് അമ്മയും പെങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരോട് ചോദിച്ചിട്ടുണ്ടോ ഇങ്ങനെ? ചോദിക്കാനുള്ള ധൈര്യമുണ്ടോ? എന്നെ വിവാഹം കഴിച്ചുകൊണ്ട് വന്ന വീടിന് ഒരു അന്തസ്സുണ്ട്. അത് പാലിക്കേണ്ടത് എങ്ങനെയാണെന്ന് എന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. ഒന്നിനെ തലകുനിച്ച് നടക്കുകയാണെന്ന് കരുതി വീണ്ടും വീണ്ടും പുറകെ വരരുത്, കേട്ടല്ലോ? ഞാൻ എന്ത് ചെയ്യുന്നറിയാൻ ഒളിച്ചെന്റെ പുറത്ത് പറണ്ട. ഞാൻ പറഞ്ഞത് വിശ്വസിക്കാൻ മനസ്സുണ്ടെങ്കിൽ വിശ്വസിച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ദേഷ്യം വരികയോ ഭ്രാന്ത് വരുമോ എന്തായാലും എനിക്ക് പ്രശ്നമില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.